ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ സമയത്തിന്റെ അധികാരി അമ്മേ, എല്ലാ സമയ സങ്കടങ്ങളെയും സന്തോഷത്തിന്റെ സുവിശേഷ സാക്ഷ്യമാക്കി മാറ്റണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് സമയ സന്ദർഭങ്ങളുടെ നന്ദി പറയുന്നു. വിശ്വാസപൂർവ്വം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit, the five fingers, soak with the precious blood. I cast decision who cast from you, by God the Father Almighty. Let the devices of division begins. Saints at last machinations dispelled and purified. Every one family, the Catholic Church with the power of Jesus Christ, with the medicine of Holy Priesthood, I bless and follow this remix. ദയവായി മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെയും 7 അപ്പവും ഏതാനും മത്സ്യങ്ങൾ കൊണ്ട് 4000 പേരെയും സംതൃപ്തരാക്കിയ സർവശക്തനും കാരുണ്യനുമായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിത്യം കന്യകയും നിന്റെയും ഞങ്ങളുടെയും അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മീൻപിടുത്തക്കാരായ വിശ്രുത ശ്ലീഹന്മാരുടെയും സംരക്ഷണത്തിലെ ഞങ്ങളുടെ വള്ളത്തിനെ, ബോട്ടിനെ, വലയെ, യന്ത്രത്തെ, തൊഴിലാളികളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്നേഹനിധിയും സകലത്തെയും പരിപാലിക്കുന്നതിനുമായ നല്ല ദൈവമേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെയും അവരുപയോഗിക്കുന്ന നേർച്ച വസ്തുക്കള് തിരിയും കൊടിയും ഉപ്പും കാശുരൂപവും യേശു ക്രിസ്തുവിന്റെ നാമത്തില് ആശീർവദിക്കപ്പെടുകയും ആശീർവദിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമർത്ഥമായ മത്സ്യവിളയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പന്നിയും പാറയും പുറ്റും മുതലായ നശീകരണ ഉപാധികളിൽ നിന്ന്, ഉടക്കിൽ നിന്ന്, ഒഴുക്കിൽ നിന്ന്, കാറ്റിൽ നിന്ന്, കോളിൽ നിന്ന് നമ്മളുടെ മത്സ്യത്തൊഴിലാളി ജനസമൂഹങ്ങളെ യേശുവിന്റെ നാമത്തില് സംരക്ഷിക്കപ്പെടട്ടെ. കടലിനെ സമർപ്പിക്കുന്നു. മത്സ്യസമ്പത്ത് കൊടുക്കണമേ. അവിടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടണമേ. തൊഴിലാളികളെ സംരക്ഷിക്കപ്പെടണമേ. മത്സ്യസമൃദ്ധിയാല് അനുഗ്രഹിക്കപ്പെടണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാ നിയോഗവും സമർപ്പിക്കണം. എല്ലാ ആവശ്യങ്ങളും ഈശോ എല്ലാം ഇപ്പോൾ ആശീർവദിക്കാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തമായി കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. അങ്ങ് എല്ലാവർക്കും എല്ലാമാണല്ലോ. ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്ന ദൈവമാണല്ലോ. അങ്ങ് ഞങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മാരക രോഗങ്ങള്, കുടുംബ സമാധാനമില്ലാത്തവര്, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവര്, വഴിമുട്ട് നിൽക്കുന്നവര്, മാരകമായ ദുരിതങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവര്, പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവര്,
പുതിയ ജോലിക്ക് ആഗ്രഹിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർ, വാർദ്ധക്യ ലോകത്തിൽ കഴിയുന്നവരെ എല്ലാവരെയും ഈശോ ഇത് അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. തറയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻമരിയ തോമസ്. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. ഇവർ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്, ഏഞ്ചലും ആഷ്നയും. ഞങ്ങൾ 3 പേരും നേഴ്സസാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം നമ്മൾ സാധാരണ കൃപാസനത്തിനെ കുറിച്ച് കേൾക്കുന്നത് നമ്മുടെ റിലേറ്റീവ്സ് വഴിയും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസും കൃപാസന പത്രത്തിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും മാതാവിലും ഈശോയിലും വിശ്വാസം ഉണ്ടെങ്കിലും നമുക്ക് കൃപാസനത്തിനെക്കുറിച്ചൊന്നും അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല. കാരണം എന്തൊക്കെയോ കൃപാസന പത്രം കൊടുക്കുന്നു, അതൊക്കെ ഒരു പ്രമോഷൻ പോലെയൊക്കെയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അപ്പം ഞങ്ങൾക്ക് അത്രയ്ക്കും മാതാവിൽ വിശ്വാസമുണ്ട്, പക്ഷേ കൃപാസനത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ പക്ഷേ ഈ പത്രം കൊടുക്കുന്നതൊക്കെ ഭയങ്കര മോശമല്ലേ എന്നുള്ളൊരു ചിന്താരീതിയൊക്കെയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളതുകൊണ്ട് അത്ര അത് പ്രൊമോട്ട് ചെയ്തതൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു ഞങ്ങളിവിടെ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കുന്ന സമയത്ത് ഞങ്ങൾ നേഴ്സസാണ്. അപ്പോൾ ഞങ്ങൾ 4 കൊല്ലം പഠിച്ചത് മൊത്തം പുറത്ത് പോയി സെറ്റിൽ ആവണം, അവിടെ എങ്ങനെയെങ്കിലും നല്ല ജോലി, വെൽ സെറ്റിൽഡ് ആവണം, വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനത്തെ ഒരു ചിന്തയിലൊക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ആസ് യൂഷ്വൽ ചെയ്ത പോലെ തന്നെ ഞങ്ങളും UK പ്രോസസ്സിങ് തുടങ്ങാം, പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ UK പോകാമെന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ OET എഴുതാനൊക്കെ തീരുമാനിച്ചതും. അപ്പം ആ സമയങ്ങൾക്ക് ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് കൂടുതൽ അധികം കേൾക്കാൻ തുടങ്ങി. കാരണം എൻ്റെ പപ്പയുടെ ബ്രദറും സിസ്റ്ററും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞവരാണ്. അവർ ശരിക്കും ക്യാൻസർ സർവൈവേഴ്സാണ്. അവരിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് സൗഖ്യം ലഭിച്ചതെല്ലാം. അപ്പോൾ അങ്ങനെ അവരുടെ സാക്ഷ്യമാണ് ശരിക്കും എനിക്കപ്പോഴാണ് ഞാൻ മാതാവിൽ കൃപാസനത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. കാരണം ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അത്രയും, അതും എൻ്റെ അങ്കിൾ 4th സ്റ്റേജിൽ നിന്നാണ് ക്യാൻസർ ഇത്രയും ബെറ്ററായിട്ട് ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മാതാവിൽ കൂടുതൽ വിശ്വസിച്ച് തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് OET എഴുതാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ വന്നിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ 3 പേരും OET എഴുതിയതൊക്കെ. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ OET എഴുതിയെങ്കിലും ഞങ്ങൾക്ക് 3 പേർക്കും ഓരോ മൊഡ്യൂൾ വെച്ച് പോയി. പക്ഷേ അതെങ്ങനെ പോയെന്ന് ഞങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ എക്സാം ടഫാണ് OET. പക്ഷേ ഞങ്ങൾക്ക് അത്യാവശ്യം ലാംഗ്വേജും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നു, പെർഫോമൻസൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു ഞങ്ങൾക്കത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഞങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനും, അത് ഒരുപാട് ടെൻഷനായി. കാരണം ദൈവമേ, ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ച UK പോയി ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതൊന്നും നടക്കത്തില്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു മൊഡ്യൂൾ വെച്ചല്ലേ പോയുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡേറ്റും കൂടെ എടുക്കാം, അപ്പം നമുക്കത് ക്ലബിംഗ് ആയിട്ടോ എങ്ങനെയൊക്കെ നമുക്കത് സ്കോർ ആക്കിയെടുക്കാമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഡേറ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുക്കാൻ പ്രാർത്ഥിച്ച് തീരുമാനിച്ചത് ഒരു ഒക്ടോബർ 28, 2023 അന്ന് ഡേറ്റ് എടുക്കാൻ ശരിക്കും ഞങ്ങളുടെ വീട്ടുകാരും കൂടെ ഞങ്ങളോട് പറഞ്ഞു ഒക്ടോബർ 28 തന്നെ എടുക്കാനായിട്ട്. കാരണം അന്ന് കൃപാസന റാലി നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങളുടെ വീട്ടുകാർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി കൃപാസന റാലി വന്ന് പ്രാർത്ഥിച്ചു. സെക്കൻഡ് അറ്റംപ്റ്റും ഫസ്റ്റ് അറ്റംപ്റ്റും കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഒന്നും പഠിച്ചിട്ടില്ല, കൂടുതലും പ്രാർത്ഥിച്ചു പക്ഷെ പഠിച്ചിട്ടില്ല അത്രയും. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് കൂടുതൽ പ്രാർത്ഥിച്ചതും പ്രിപ്പയർ ചെയ്തതും ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിലായിരുന്നു. പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റ് അത്ഭുതകരമായി ഞങ്ങൾ 3 പേരും പാസ്സായി. ഞങ്ങൾക്ക് 3 പേർക്കും സ്കോർ കിട്ടി, UK സ്കോർ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ഞങ്ങൾ ആസ് യൂഷ്വൽ ഞങ്ങൾ കൃപാസനത്തിൽ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങൾ ഉടമ്പടിയിൽ ആ സമയത്തൊന്നും ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ല. കാരണം ഉടമ്പടി എടുക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയായിരുന്നു, ഉടമ്പടി എടുക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ പിന്നെ UK പ്രോസസ്സിങ്, എല്ലാവരും UK പ്രോസസ്സിംഗ് ആണ്. അപ്പം ഞങ്ങളും UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ സമയത്ത് UK റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ UK റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നുള്ള സത്യമൊന്നും ഞങ്ങൾ അറിയുന്നില്ല. കാരണം ഏജൻസിക്കാർ പറയുന്നത് പ്രോസസ്സിംഗ് ഉണ്ട്, അടുത്ത മാസം വരും, അത് കഴിഞ്ഞിട്ടുള്ള മാസം വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു. പക്ഷേ ഞങ്ങളതൊന്നും അറിയാതെ ഞങ്ങളും അങ്ങനെ അങ്ങ് വിശ്വസിച്ചങ്ങ് പോയി. അങ്ങനെ കുറേ മാസങ്ങൾ പോയതല്ലാതെ ഞങ്ങൾക്ക് UK ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. UK ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു.
അപ്പം അങ്ങനെ ഇരുന്നൊരു സമയത്ത് ഒരു 6 മാസം ഏകദേശം ഒരു ജൂൺ ആയപ്പം എനിക്ക് ഒരു UK ഇൻ്റർവ്യൂ വന്നു, NHS ഹോസ്പിറ്റലിലോട്ട് തന്നെ. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇരുന്ന ഉടനെ തന്നെ പോകാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ഇതുപോലെ തന്നെ സെയിം അവസ്ഥ. അവർ പിന്നീട് മെയിൽ അയച്ച് പറഞ്ഞു അവർക്കിപ്പം റിക്രൂട്ട്മെൻറ്റ് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണെന്ന് പറഞ്ഞവർ. അങ്ങനെ അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഹോപ്പ് ഒന്നുമില്ല. ദൈവമേ ഇനി എന്നാ ചെയ്യും, ഒന്നുമില്ല ചെയ്യാനായിട്ട്. കാരണം UK പ്രതീക്ഷിച്ചിരുന്നു, UK ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ഞാനിവിടെ 2024 കൃപാസന റാലിക്ക് കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കൃപാസന റാലിക്ക് വരുവാണ്. അപ്പോൾ കൃപാസന റാലിക്ക് വരുന്നതിന് മുന്നേ ഞങ്ങളുടെ മനസ്സിലുണ്ട് അയർലൻഡും കൂടി ഒന്ന് നോക്കാം. എനിവേ UK നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇനി 1 വർഷം കൂടി ഉണ്ട് OET വാലിഡിറ്റിക്ക്. അപ്പോൾ എന്നാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് അയർലൻഡും കൂടെ സ്റ്റാർട്ട് ചെയ്യാം, എന്താണേലും ഇത്രയൊക്കെ ആയില്ലേ, ഒരു അയർലൻഡും കൂടെ നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അയർലൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അയർലൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ഞങ്ങൾക്ക് ആകെ ഡൗട്ടാണ്. കാരണം UK പകുതിയുള്ളൂ അയർലൻഡിൽ അതിൻ്റെ പകുതി ഇൻ്റർവ്യൂ നടക്കുന്നുള്ളൂ. അപ്പം നമുക്കത് കിട്ടുമോ? കാരണം കുറേ പേരോട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, ഏജൻസിക്കാരോട്, അവിടെ പോയി വർക്ക് ചെയ്യുന്നവരോട്, നമ്മുടെ ഫ്രണ്ട്സിനോട്. ഇവരൊക്കെ പറയുന്നത് UK ഇൻ്റർവ്യൂ കുറവായിരിക്കും അയർലൻഡ്, നിങ്ങളിനി അയർലൻഡ് തുടങ്ങിയാൽ വലിയ ഹോപ്പൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷേ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ആ ഇടയ്ക്ക് തന്നെ അയർലൻഡിന് കയറിപ്പോയി. അപ്പോൾ അവൾ പറഞ്ഞു, ഇടി നിങ്ങൾ എന്തായാലും തുടങ്ങുക, നമുക്ക് നോക്കാം, ഞാൻ തുടങ്ങിയ ഏജൻസി തന്നെ നിങ്ങളും കൊടുത്താൽ മതി, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ അവൾ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ അപ്പം എന്നാൽ ഓക്കെ ശരി എന്നാണ് അയർലൻഡ് തുടങ്ങാം. അപ്പോൾ അയർലൻഡ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കൃപാസന റാലിയിൽ 2024 കൃപാസന റാലി വന്ന് കൂടിയിട്ടേ ഞാൻ തുടങ്ങുന്നുള്ളൂ ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഞാൻ 2024 കൃപാസന റാലി വന്ന് അറ്റൻഡ് ചെയ്തു, വന്ന് കൂടി. അങ്ങനെ കൃപാസന റാലി വന്ന സമയത്ത് ഞാൻ നിയോഗങ്ങൾ എഴുതിയപ്പോൾ ഞാൻ ഇത്രയും നിയോഗമേ വെച്ചിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. ഞാനിങ്ങനെ നിയോഗം വെച്ചു, മാതാവേ എനിക്കറിയാം ഞാൻ UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പം ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ, എനിക്കറിയത്തില്ല എനിക്ക് ഏതാ ഏറ്റവും നല്ലതെന്ന്. ഇനിയിപ്പം നിനക്കിതൊന്നും അല്ല ആഗ്രഹമെങ്കിൽ ഓക്കെ, അതും ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. പക്ഷേ ഇനിയിപ്പം UK അയർലൻഡ് നിനക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏതാ നല്ലതെന്ന് വെച്ചാൽ എനിക്കൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായിട്ടും അല്ലെങ്കിൽ അയർലൻഡ് പോകാൻ സാധിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലൊക്കെയാണ്. ആ സമയത്ത് ഞാൻ UK ശരിക്കും പറഞ്ഞാൽ വിട്ടായിരുന്നു. കാരണം UK ഇനി നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അയർലൻഡിലും തരണേ മാതാവേ എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയതൊക്കെ. അങ്ങനെ ഞങ്ങൾ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഞങ്ങൾക്ക് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പ്രൊസീജിയേഴ്സൊക്കെ ഭയങ്കര പാടാണ്. അയർലൻഡ് പ്രോസസ്സിങ് തുടങ്ങിയവർക്കറിയാം അതിന് പേപ്പർ വർക്കൊക്കെ കുറേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അയർലൻഡ് പ്രോസസ്സിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് 1-2 മാസത്തിനുള്ളിൽ ഒരു ഇൻ്റർവ്യൂ നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെയും ഈ UK സെയിം അവസ്ഥ, ഇൻ്റർവ്യൂസ് നടക്കുന്നില്ല. ഏജൻസിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, നിങ്ങളെക്കാളും മുന്നേ ഡീലെടുത്തവർ ഇപ്പോഴും നിൽക്കുക, അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല, പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് തരുന്നേ എന്നൊക്കെയാണ് അവരുടെ സൈഡിൽ നിന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ഞങ്ങൾ വിചാരിച്ചു ദൈവമേ ഈ കാശും പോയി, UK ഇല്ല അയർലൻഡും ഇല്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞങ്ങൾ പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോയിരുന്നൊരു ദിവസം എൻ്റെ ആൻറ്റി, എൻ്റെ പപ്പയുടെ ബ്രദറും സിസ്റ്ററും എന്നോട് എപ്പോഴും പറയും, മാളു നീ ഒരു ഉടമ്പടി എടുക്കുക, നീ വിചാരിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, നിങ്ങൾ 3 പേരും പോയി ഒന്ന് ഉടമ്പടി എടുക്കുക, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ശരിയാവുമെന്ന് അവരെന്നോട് പറയുന്നുണ്ട്. പക്ഷേ ഞാനുള്ളിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളൊരു അതെനിക്കറിയാം. കാരണം അവരത്രയും എൻ്റെ പപ്പയുടെ ബ്രദറും സിസ്റ്ററും അത്രയും കാര്യമായിട്ടാണ് ഉടമ്പടി കാണുന്നത് തന്നെ. അപ്പോൾ അത് അത്രയും പ്രഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാനത് എടുത്തു കഴിഞ്ഞ് വെറുതെ ഉടമ്പടി ചുമ്മാ ഉഴപ്പിക്കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു പണി കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പം ഞാനെപ്പോഴും ആ ഒരു മടിയുള്ളതുകൊണ്ട് തന്നെ ഞാനപ്പം അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് ഞാനിങ്ങനെ താല്പര്യപ്പെടാണ്ട് നിൽക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ദിവസങ്ങൾ പോയി, മാസങ്ങൾ പോയി. ഒരു ഫെബ്രുവരി 2025 അപ്പം അന്നൊരു 13-ാം തീയതിയൊക്കെ ആയപ്പം എൻ്റെ ആൻറ്റി എനിക്കൊരു സാക്ഷി അയച്ചു തരുവാണ്. എൻ്റെ പോലെ സെയിം UK ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോവാനായിട്ട് മാസങ്ങളോളം വെയിറ്റ് ചെയ്ത് അവസാനം ആ കൊച്ചിന് ഓഫർ ലെറ്റർ കിട്ടി, ആ കുട്ടി പോകുന്നതായിട്ടാണ് ആ സാക്ഷ്യം. അപ്പോൾ ആ സാക്ഷ്യം ശരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയും എന്നെപ്പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചായിരുന്നു. ആ കുട്ടി വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഉടമ്പടി എടുത്ത് കൃത്യമായിട്ട് പാലിച്ചു പോയ ആളാണ്. അപ്പോൾ ആ കുട്ടിയുടെ സാക്ഷി ശരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്ത് ഞാൻ ഇവരോട് 2 പേരോടും പറഞ്ഞു, ഒരു ഉടമ്പടി അങ്ങ് എടുക്കാം,
ഞാനൊരു സാക്ഷ്യം കണ്ടു. ഞാൻ ആ സാക്ഷി ഇവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നമുക്കെന്നാൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എന്നാൽ ശരിയെന്നാൽ ബാ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇവിടെ ഞങ്ങൾ ഫെബ്രുവരി 16, 2025 ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഉടമ്പടിക്ക് മുൻപേ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ, പള്ളിയിൽ പോകാം, പറ്റുന്ന ദിവസമൊക്കെ പള്ളിയിൽ പോവും. കുരിശ് വരയ്ക്കാൻ പറ്റുന്ന ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ജപമാല ചെല്ലും. കാരണം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പിന്നെ നൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മളത് ഭയങ്കര റെയറായിട്ടൊക്കെയാണ് കുരിശുവരയും പ്രാർത്ഥനയും ഒക്കെ ഉള്ളത്. ആ സമയത്തൊന്നും അത്രയും ഞാൻ അത്രയും പാഷനേറ്റായിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പിന്നെ ബൈബിൾ ആണെങ്കിലും വായിക്കുന്നത് മേവേ ആഴ്ചയിൽ 1 or 2 തവണ എങ്ങാനും ബൈബിൾ തുറന്ന് നോക്കിയാലായി. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്കൊട്ടും ക്ഷമയില്ല. ഞാൻ ഭയങ്കരമായിട്ടും എനിക്കെല്ലാം പെട്ടെന്ന് വേണം. അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ദേഷ്യമൊക്കെ ആവും. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് തന്നെ എന്നെ കണ്ടിന്യൂസിൽ ഒരു 3-4 തവണ എന്നെ എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് അവസാനം ദേഷ്യം വരും. അവരോട് എനിക്ക് ദേഷ്യമാവും. എൻ്റെ കൊളീഗ്സിനോടാണെങ്കിലും ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ശരിക്കും എനിക്കത് എന്നിൽ എനിക്ക് ശരിക്കും ഇത് മനസ്സിലാവുന്നുണ്ട്. കാരണം ദിവസം ബൈബിൾ വായിക്കാൻ തുടങ്ങി, പിന്നെ ജപമാല ചെല്ലാൻ തുടങ്ങി, കുർബാന കൂടാൻ തുടങ്ങി. കുർബാന പരമാവധി ഞാൻ കൂടും. കുർബാന എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്കിപ്പം സൺഡേ ഞാൻ എസ്പെഷ്യലി ഞാൻ കൂടാൻ നോക്കും. കാരണം എനിക്കിപ്പോൾ സൺഡേ എനിക്ക് ഇനിയിപ്പം മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ഞാനത് മോർണിംഗ് ഷിഫ്റ്റ് മാക്കി അത് ഈവനിങ് ആക്കിയിട്ട് ഞാൻ മോർണിംഗ് കുർബാന കൂടാനായിട്ട് പോകും. അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കുർബാന കൂടാനൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ 3 പേരും കുർബാന കൂടാനും കൊന്ത ചെല്ലാനും ബൈബിൾ വായിക്കാനും ഒക്കെ ഞങ്ങൾ അന്നേരമാണ് തുടർച്ചയായിട്ട് തുടങ്ങിയത്. പിന്നെ 5:30 എണീറ്റ് പ്രാർത്ഥിക്കും, വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കും. അതൊക്കെ വലിയൊരു മാറ്റമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. പിന്നെ എനിക്കാണെങ്കിലും ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ പിന്നെ തീരുമാനിക്കാൻ ഒരു കാരണം, എൻ്റെ ആത്മീയതയിലുള്ള എൻ്റെ വളർച്ച ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് പോകാമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം 4 കൊല്ലം ഞാൻ നേഴ്സിംഗ് പഠിച്ചപ്പം ഞാൻ എന്നും പള്ളിയിൽ പോവും. ഞങ്ങൾ എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങൾ തന്നെ എന്നും കുർബാനയും കൂടി കൊന്തയൊക്കെ ചെല്ലുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ജോലിക്ക് കയറിയ പിന്നെ അതൊന്നും ഇല്ലാതെ ആയി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞങ്ങളൊരു ഉടമ്പടി എടുക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങളുടെ ഒരു ആത്മീയ വളർച്ചയ്ക്ക് അതെന്തായാലും നല്ലതായിരിക്കും എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് മുമ്പോട്ട് പോയി. അങ്ങനെ ഉടമ്പടി എടുത്ത് മുമ്പോട്ട് പോയെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഭയങ്കര സംഭവമായിട്ട് ഞങ്ങൾ വിചാരിച്ചു ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു അത്ഭുതം നടക്കും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല നടന്നത്. ഉടമ്പടി എടുത്തു, മാസങ്ങൾ പോയി, കുറേ നാളുകൾ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു മാറ്റവും വന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഏജൻസിക്കാരനെ വിളിക്കുമ്പോൾ അയാൾ പറയുന്നത് വലിയ മാറ്റമൊന്നുമില്ല, ഇവിടെ ഇൻ്റർവ്യൂ ഒന്നും നടക്കുന്നില്ല എന്നുള്ള അതിൽ ആൾക്കും വലിയ ഹോപ്പൊന്നുമില്ല ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ. അങ്ങനത്തെ ഏകദേശം ഒരു കൈവിട്ട രീതിയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ മെയ് മാസത്തിൽ നമ്മുടെ ഉടമ്പടി ധ്യാനം കൂടുകയാണ്, ചൊവ്വാഴ്ച. ആ ഉടമ്പടി ധ്യാനം കൂടിയ സമയത്തുണ്ടല്ലോ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാനന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. ആ സമയങ്ങളിൽ ഞാൻ ജപമാലയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 4 രഹസ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ആ സമയത്തൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ്. ഒട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഇനി ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആകെ ഒരു സമാധാനം ഈ കൊന്ത ചെല്ലുന്നതും പിന്നെ കുർബാനയ്ക്ക് പോകുന്നതും ബൈബിൾ വായിക്കുന്നതും മാത്രമായിരുന്നു ആകെ ഒരു സമാധാനം. അതിലായിരുന്നു മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാനതൊക്കെ ഓർക്കുമ്പോൾ എനിക്കത് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്, ഞാൻ എങ്ങനെ അതൊക്കെ ഞാൻ സർവൈവ് ചെയ്തതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്ത് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറയുകയാണ്, ആ സമയത്ത് എൻ്റെ കയ്യിൽ എൻ്റെ പാസ്പോർട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ട് ഇങ്ങനെ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മാതാവ് എനിക്കിതിനൊരു ഉത്തരം തരണം, ഈ പാസ്പോർട്ടും കൊണ്ട് എനിക്ക് അയർലൻഡ് പോകാൻ പറ്റുന്നത്. അപ്പം ഞാൻ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെൻസിൽ വെച്ച് എഴുതേക്കുക, എൻ്റെ മാതാവ് എനിക്ക് അയർലൻഡ് പോകാൻ കൊതിയാവുന്നു, എന്നെ നീ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാവോ എന്നൊക്കെ ഞാനിങ്ങനെ പെൻസിൽ വെച്ച് എഴുതേക്കുവാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്, ആ സമയത്ത് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കുട്ടി അവൾക്ക് ഒരു കാര്യത്തിന് തീരുമാനമാവാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവളുടെ പ്രാർത്ഥന മാതാവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അവൾക്ക് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരില്ല, ഡിസംബറിന് മുന്നേ അവളുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകും എന്നാണ് അച്ഛൻ അന്ന് ആ സന്ദേശത്തിൽ പറഞ്ഞത്. അത് ഞാൻ വിശ്വസിച്ചു. അപ്പം കാരണം ഞാൻ കൃത്യം എൻ്റെ പാസ്പോർട്ട് കൈ വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു സന്ദേശമായിരുന്നു അത്. അപ്പം ഞാൻ വിശ്വസിച്ചു, ഇത് എനിക്കുള്ളതാ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്കുള്ളതാ. കാരണം ഞങ്ങൾ അത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ടി മാതാവ് ഞങ്ങൾക്ക് അന്നൊരു അടയാളമാണ്, അത് അച്ഛനിലൂടെ ഞങ്ങൾക്ക് അന്നൊരു സന്ദേശമെന്ന് ഞാനപ്പം ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ മെയ് മാസം കഴിഞ്ഞു.
ഒന്നും നടന്നില്ല. ഏപ്രിലായി, മെയ്, ജൂൺ, ജൂലൈ ഒക്കെ ആയി. അങ്ങനെ ഒരു ജൂൺ മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേറൊരു ഇൻ്റർവ്യൂ വരുവാണ് അയർലൻഡിലേക്ക്. പക്ഷേ ആ ഇൻ്റർവ്യൂവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഇൻ്റർവ്യൂവിൽ ഒറ്റ വേക്കൻസിയേ ഉള്ളൂ. ഞങ്ങളൊരു 6 പേരുണ്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 6 പേർക്കും ഒരൊറ്റ വേക്കൻസിയും. അപ്പം ഞങ്ങൾ സാറിനോട് ചോദിച്ചു, ഇത് ശരിയാണ്, ഞങ്ങൾ 3 പേര് ഒരുമിച്ച്, ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് പോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഉടമ്പടി എടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പഠിച്ച് വർക്ക് ചെയ്ത് വന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ തന്നെയാണ് താല്പര്യം. കാരണം ഒരാൾക്കത് കിട്ടിയില്ലെങ്കിലുള്ള വിഷമം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അപ്പം ഞങ്ങളിങ്ങനെ സാറിനോട് ചോദിച്ചു. അപ്പോൾ സാറ് ഞങ്ങളോട് പറഞ്ഞു, ഒരു വേക്കൻസി ഉള്ളെങ്കിലും പറയാൻ പറ്റത്തില്ല, അവർ ചിലപ്പോൾ 2 or 3 പേരെ എടുക്കും, അത് ചിലപ്പോൾ നിങ്ങളാവാം എന്ന രീതിയിലും സാറിങ്ങനെ നമുക്കൊരു ഹിൻറ്റ് തന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഓക്കെ നമുക്കത് കിട്ടും, നമ്മളത് നമുക്കത് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾക്ക് ലഭിച്ചില്ല, ബാക്കി 2 പേർക്കും, എനിക്കും ആഷ്നയ്ക്കും അത് ലഭിച്ചു. അത് ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അതൊരു ഫോളോ അപ്പ് ഇൻ്റർവ്യൂ ആയിരുന്നു, നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. അപ്പം ഒരാൾക്ക് കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ഹോപ്പും ഞങ്ങൾക്ക് അത് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്കുണ്ട് മനസ്സിൽ, ദൈവമേ ഈ ഇൻ്റർവ്യൂ ലാസ്റ്റ് ഞങ്ങൾക്ക് ആകെയുള്ളൊരു പിടിവള്ളിയാണ്, ഇനി അത് ഞങ്ങൾക്ക് കിട്ടത്തില്ലേ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആ സമയത്തും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഫോളോ അപ്പ് ഇൻ്റർവ്യൂ നടന്ന സമയത്ത് അവർ പറഞ്ഞു, നിങ്ങളൊരു 3 പേരുണ്ടായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, ഇതിലൊരാളെ അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ എന്ന് അവർ ഓൾറെഡി ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ടെൻഷനായി, ഞാനാണോ ആഷ്നയാണോ അതോ മറ്റൊരു കുട്ടിയാണോ ആരാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന 2 ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ ആസ് യൂഷ്വൽ ഞങ്ങൾ നോർമൽ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് വന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച ഞങ്ങൾ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആ ഇൻ്റർവ്യൂവിന് പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞു. അത് ശരിക്കും ഒരു ഭയങ്കരമായിട്ട് ഞങ്ങളെ കൂടുതൽ സങ്കടപ്പെടുത്തി. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക ഈശോയോട് മാതാവോടും, എന്തിനാ ഇങ്ങനെ ഞങ്ങൾ എന്തിനാ ടോർച്ചർ ചെയ്യുന്നത്? ഞങ്ങൾ ചോദിച്ചിട്ടല്ല ഈ ഇൻ്റർവ്യൂ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കാത്ത സമയത്ത് ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ വന്നിട്ട് ഇത് ഞങ്ങൾക്ക് വെറുതെ ഒരു ഇൻ്റർവ്യൂ വന്ന് ഒരു വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തിനാ വെറുതെ കൂടുതൽ കഷ്ടപ്പെടുത്താനാണോ, കൂടുതൽ ഞങ്ങൾക്ക് ഇങ്ങനെ വേദനകൾ തരാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ തന്നതെന്ന് ഞാനിങ്ങനെ ഈശോയുടെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ആഷ്നനെ വിളിച്ച് പറയുന്നുണ്ട്. കാരണം ഏഞ്ചൽ ഓൾറെഡി ഡിപ്രസ്ഡ് ആണ്, അവൾക്ക് ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ സെക്കൻഡ് ലെവൽ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇവളെ വിളിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായില്ല. ഞാനപ്പോൾ ആഷ്നനെ വിളിച്ചു. ആഷ്നോട് പറഞ്ഞു, എന്തിനാണ് നമ്മളെ മാതാവ് ഈശോ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? ഇതിനേക്കാളും ഭേദം ഒന്നും തരാതിരിക്കുമായിരുന്നല്ലോ. നമ്മൾ ഉടമ്പടി എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ഇത്രയും പോലും പ്രാർത്ഥിക്കാത്തവർ നമുക്ക് ചുറ്റും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണോ ദൈവം നമുക്ക് ഇത്രയും പരീക്ഷണങ്ങൾ തരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആഷ്ന എന്നോട് പറഞ്ഞു, എടി ദൈവത്തിന് കൂടുതൽ ഇഷ്ടമുള്ളവരെ, അല്ലെങ്കിൽ മാതാവിനും ഈശോയ്ക്കും കൂടുതൽ ഇഷ്ടമുള്ളവരെയാണല്ലോ മാതാവ് ഈശോയും പരീക്ഷിക്കുന്നത്, അതുപോലെ നമ്മളെ പരീക്ഷിച്ചാൽ നീ അത്ര ഓർത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ആ ഒരു സങ്കടത്തിലും ഒരു ദേഷ്യത്തിലും ഞാൻ ആഷ്നയോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഈശോയും മാതാവും നമ്മളെ സ്നേഹിക്കാതിരിക്കുന്നത് നല്ലത്. ഇങ്ങനെ പരീക്ഷണം തരാനാണെങ്കിൽ എന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ എൻ്റെ വിഷമത്തിൽ ഞാൻ പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞു തീർന്ന ആ സെക്കൻഡിൽ തന്നെ ഞാൻ റിയലൈസ് ചെയ്തു, ഞാൻ പറഞ്ഞത് അത്രയ്ക്കും വലിയൊരു തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനപ്പം തന്നെ ഈശോയുടെ സോറി പറഞ്ഞു, മാതാവിനോട് സോറി പറഞ്ഞു. പക്ഷേ അതൊന്നും കാര്യമില്ല. പക്ഷേ അത് എനിക്കറിയാം ഈശോയ്ക്കും മാതാവിനെ അത് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഒട്ടും, പക്ഷേ അത് വെള്ളിയാഴ്ച റിസൾട്ട് വന്നു. എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൽ വിളിച്ചിട്ട് കരച്ചില്ല. വീട്ടുകാർ പറഞ്ഞു, എന്നാൽ വീട്ടിലോട്ട് പോരെ, നിനക്ക് ഇത്രയും ഒട്ടും അവിടെ പറ്റുന്നില്ലെങ്കിൽ നീ ഇങ്ങ് പോരെ. എനിക്ക് ജോലിയിലാണ് സ്ട്രെസ്സ്, ജോലിയും പറ്റുന്നില്ല, എല്ലാം കൂടി ഇട്ടിട്ട് പോയാലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ആയി. അങ്ങനെ എൻ്റെ ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇടി നീ ഒരു കാര്യം ചെയ്യും, നാളെ ശനിയാഴ്ചയല്ലേ, അച്ഛൻ കാണും, നീ ഒന്ന് കൃപാസനത്തിൽ ചെല്ല്, അപ്പോൾ അവിടെ ചെന്നിട്ട് അച്ഛനെ ഒന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി ശനിയാഴ്ച ഇവിടെ വന്നു. ശനിയാഴ്ച ഇവിടെ വന്ന് ഞാനിവിടെ വന്ന് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞ് ഞാൻ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കരഞ്ഞ് അത്രയും ഞാൻ തളർന്നു, ഞാൻ മടുത്തു. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, എനിക്കിനി വയ്യ, ഇതിനേക്കാളും ഭേദം ഒരു അറ്റാക്ക് വന്നങ്ങ് മരിക്കുമായിരുന്നു എന്ന് വരെ ഞാൻ മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച സമയത്ത് ഞാനിങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി കയറി. അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പം അച്ഛൻ എൻ്റെ പാസ്പോർട്ടും എൻ്റെ OETയും എൻ്റെ DLും ഒക്കെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. പിന്നെ ഈശോയുടെ രൂപത്തെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ എനിക്കിങ്ങനെ ഡൗട്ടാണ്, ഞാൻ ഇനി UK എന്തെങ്കിലും മാസ്റ്റേഴ്സ് എടുക്കാൻ പോകണോ, അല്ലെങ്കിൽ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകണോ, അല്ലെങ്കിൽ ഞാൻ ഈ അയർലൻഡ് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നിൻ്റെ OETക്ക് ഇനി എത്ര നാളും കൂടെ വാലിഡിറ്റി ഉണ്ടെന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇനിയൊരു 4 മാസം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു വാലിഡിറ്റി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, 4 മാസം കൂടെ ഇല്ലേ, OIT കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, എന്നിട്ടൊരു തീരുമാനം എടുത്താൽ പോരേന്ന് അച്ഛൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം എനിക്ക് ശരിക്കും മനസ്സിലായില്ലേ, ഇതിപ്പോൾ അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്, എന്നോട് വെയിറ്റ് ചെയ്യാനാണോ ഉദ്ദേശിച്ചത്, അതോ ഞാനിനി വേറെ എന്തെങ്കിലും ചെയ്യണോ, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആൻറ്റിയും ബ്രദറും പറഞ്ഞു, എടി അത് അച്ഛൻ പറഞ്ഞേക്കുന്നത് നിനക്കത് കിട്ടുമെന്ന് തന്നെയാണ്, അപ്പോൾ നീ അത് വിശ്വസിക്കാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഞാൻ വിശ്വസിച്ചില്ല ആക്ച്വലി. എൻ്റെ പപ്പ പറഞ്ഞു, എന്നാൽ അച്ഛൻ എന്തായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് നീ എന്നാൽ ഒരു അങ്ങനെ പോട്ടെ, നമുക്കെന്തായാലും അയർലൻഡിൽ വേണ്ടി തന്നെ നോക്കാം, എന്താണേലും നീ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ അവിടുന്ന് നമുക്ക് എൻക്വയറി വരുന്നുണ്ട്, അപ്പം നമുക്ക് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ലീവ് എടുക്കുന്നു, അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് കയറിയിട്ട് മാസങ്ങളായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ അബ്സ്കൗണ്ടായി പോയോ എന്നൊക്കെ അവർക്കൊരു ഡൗട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവരോടിങ്ങനെ, അപ്പം എനിക്ക് തിരിച്ച് ആ ഹോസ്പിറ്റലിലോട്ട് കയറുന്നത് അത്ര എളുപ്പമല്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ ഓക്കെ ജോലി അങ്ങ് റിസൈൻ ചെയ്തേക്കാം, നമുക്കെന്നാൽ പയ്യെ ജർമ്മൻ ചുമ്മാ പേരിനങ്ങ് പഠിക്കുന്ന രീതിയിൽ ഒരു 2 മാസമല്ലേ അതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചു. ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചതാണ് അത്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു. അതായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ബ്ലണ്ടർ. ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങി ഏകദേശം ഒരു A1 എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റുകയില്ലാന്ന്. ഞാനും ഏഞ്ചലുമാണ് ശരിക്കും ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയത്. ആഷ്ന ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായില്ല, അവൾ വർക്ക് ചെയ്ത് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനായി, എടി നമ്മൾ ജോലി റിസൈൻ ചെയ്തു, ജർമ്മൻ നമ്മളെ കൊണ്ട് ഒന്നും പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി, നമ്മളിനി എന്നാ ചെയ്യും, നമുക്കിനി ഒന്നും ചെയ്യാനില്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പം ഇവരെന്നോട് പറയുന്നുണ്ട്, എന്നാൽ നമുക്കെന്നാൽ സൗദിയൊക്കെ തുടങ്ങിയാലോ എന്നൊക്കെ ഒരു രീതിയിൽ നമുക്ക് ചിന്ത വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് സൗദി ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എനിക്ക് ആകെ ഒരു സമാധാനം ഇപ്പോൾ ഉള്ളത് ഈശോയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നതും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതുമൊക്കെ. സൗദിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അവിടെ പള്ളിയൊക്കെ ഉണ്ടോയെന്ന്, എനിക്ക് പള്ളിയൊന്നും കുർബാനയൊന്നും കൂടാണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ ഇങ്ങനെ ഇവൾമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ പറഞ്ഞു, എടി മാതാവ് ഇനിയിപ്പോൾ എന്താ വിധിച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല, ഇനിയിപ്പോൾ സൗദി ആണെങ്കിൽ സൗദി നമുക്ക് നോക്കാമെന്നുള്ള രീതി ഇങ്ങനെ പോട്ടെ, 1 മാസം കൂടെ പോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 1 മാസങ്ങൾ കഴിഞ്ഞു. ഞാൻ ജർമ്മൻ പഠിത്തം നിർത്തി, എനിക്ക് മതിയായി, എന്നെ കൊണ്ടത് പറ്റുന്നില്ല, കാരണം അത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇരട്ടി സ്ട്രെസ്സായി. അപ്പം എനിക്ക് മനസ്സിലായി ഞാനത് അച്ഛൻ്റെ വാക്കിനെതിരായിട്ട് ഞാൻ ചെയ്തതാണ്. അച്ഛൻ ഓൾറെഡി മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്തും പോയി പ്രാർത്ഥിച്ച് എനിക്കെന്ന സന്ദേശമായിരുന്നു. ഞാനത് ധിക്കരിച്ച് പോയി എടുത്തൊരു തീരുമാനമാണ് ഞങ്ങൾ ജർമ്മൻ പഠിത്തം. അപ്പം അതെനിക്ക് ഞാനത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആകെ ടെൻഷനായി, ഇനി ആകെ ഗ്യാപ്പായി, ജോലിയില്ല, നാട്ടുകാരുടെ ചോദ്യങ്ങൾ നാട്ടുകാരിങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്നു, എന്തായി പോണില്ലേ. എനിക്കിതെല്ലാം കൂടെ കേട്ടിട്ട് ഒട്ടും പറ്റാത്ത അവസ്ഥയായി. ഞാൻ എന്നും കരച്ചിലും പ്രാർത്ഥനയും മാത്രം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ. രാവിലെ പള്ളി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കും, പക്ഷേ എനിക്കെന്തോ പള്ളി പോകാൻ മാത്രം ഭയങ്കര ഞങ്ങൾക്കൊരു ധൈര്യമായിരുന്നു. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പള്ളി പോകുമായിരുന്നു. പള്ളി പോക്കും കുർബാനയും മാത്രം. കുർബാന കൂടി ഇങ്ങ് വന്നു കഴിയുമ്പോൾ തന്നെ ഇരുന്ന് മാതാവിൻ്റെ അടുത്ത്, മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും, മാതാവേ ജോലിയില്ല, ജർമ്മനില്ല, ഒന്നുമില്ല, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഇനിയിപ്പോൾ സൗദി വല്ലതും തുടങ്ങണോ, ഒരു ഐഡിയയില്ല, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കരഞ്ഞ് ഒരു ദിവസം ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ഇൻ്റർവ്യൂ. അപ്പം ഞങ്ങൾ സാറിനോട് ചോദിച്ചു, സാറ് ഇതെങ്ങനെ അന്നത്തെ പോലെ ഒരു വേക്കൻസി ആണോ അതോ കുറച്ചധികം വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സാറ് ഞങ്ങളോട് പറഞ്ഞു, ഇതൊരു 5-6 വേക്കൻസി ഉണ്ട്, നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാമെന്നുള്ള രീതി, 3 പേർക്കും അറ്റൻഡ് ചെയ്യാമെന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്കതൊരു ചെറിയ പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് പറയുന്നില്ല. സാധാരണ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം, കൂടിപ്പോയ 2 ദിവസം അതിനുള്ളിൽ റിസൾട്ട് വരേണ്ടതാണ്. ഞങ്ങളുടെ റിസൾട്ട് വരുന്നില്ല, പിന്നെയും പഴയ അവസ്ഥ തന്നെ. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിക്കുക, മാതാവേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, ഞാൻ ഓൾറെഡി മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്തും പറഞ്ഞായിരുന്നു, ഞങ്ങൾക്കിനി ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് 3 പേർക്കും പാസ്സാവാനുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു ഇൻ്റർവ്യൂ മതി, അല്ലെങ്കിൽ വെറുതെ അതിനെ ഓർത്ത് സങ്കടപ്പെടാനോ അതോർത്ത് കരയാനോ ഞങ്ങൾക്കിനി വയ്യാന്ന് ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം ഇങ്ങനൊരു ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ ഈ റിസൾട്ട് വരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ചയായപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ഓക്കെ, ഒരാഴ്ചയാകുമ്പോഴേലും റിസൾട്ട് വരുമായിരിക്കും ഞങ്ങൾ വിചാരിച്ചു. ഒരു രക്ഷയില്ല, ഒരു റിസൾട്ടൊന്നും വന്നില്ല.
അങ്ങനെ 2ാമത്തെ ആഴ്ചയായി. ഈ 2ാമത്തെ ആഴ്ചയുടെ സമയത്തും ഈ സമയങ്ങളെല്ലാം ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങൾ കുരിശ് വരയ്ക്കുന്നു, ജപമാല ചെല്ലുന്നുണ്ട്, എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റൽ അവിടെ കുറേ പാവപ്പെട്ട പേഷ്യൻസ് ഉണ്ട്. അവരോട് നമ്മൾ പേഷ്യൻസിന് നമ്മൾ ഫുഡ് കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ധനസഹായം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു സ്വഭാവത്തിന് വന്നൊരു ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരോടും കുറച്ചും കൂടെയൊക്കെ ഒരു മനസ്സലിവ് തോന്നി. പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി മാത്രമായിരുന്നു. ഞാൻ ഭയങ്കര സെൽഫിഷായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. അല്ലെങ്കിൽ കൂടിപ്പോയി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. അതിനപ്പുറം ഞാൻ ആർക്കും വേണ്ടി അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കൂടുതലും ദൈവത്തിൻ്റെ അടുത്ത് അടുക്കാൻ തുടങ്ങിയത്, കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, മറ്റുള്ളവൻ്റെ വിഷമം എന്നാന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ആണെങ്കിലും വേദനിക്കുന്ന കാണുമ്പോൾ നമുക്കും സങ്കടം വന്നു തുടങ്ങിയതൊക്കെ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വന്നൊരു മാറ്റമായിരുന്നു. ആത്മീയതയിൽ ഞാൻ അത്രയും വളർന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ റോട്ടിലാണെങ്കിലും സൈഡിൽ പാവങ്ങൾ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സഹതാപം തോന്നും. ഞാൻ എൻ്റെ അവസ്ഥ ഒന്ന് കമ്പയർ ചെയ്യും. അവരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ എന്ത് ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നിപ്പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ടൊന്നും വരാതെ ഒരു ദിവസം ഒരു വ്യാഴാഴ്ചയാണ് അന്ന് ഞാനിങ്ങനെ ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ടായിരുന്നു. ഡെയിലി ബ്രെഡ് ഞങ്ങൾ എല്ലാ ദിവസവും കൂടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഓരോ ദിവസം ഓരോ സന്ദേശങ്ങൾ പറയും. അത് ശരിക്കും നമുക്കൊരു പ്രചോദനം. ഓരോ ദിവസത്തെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടുന്നതാണ്, ജോസഫ് അച്ഛൻ്റെ. അങ്ങനെ ഡെയിലി ബ്രെഡ് കൂടുന്ന ആ ദിവസം അന്ന് രാവിലെ അച്ഛൻ ഇങ്ങനെ പറയാണ്, കുറേ മക്കളെ എൻ്റെ കാര്യം പറയണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. അവരുടെ കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ ഇന്ന് മാതാവ് സാധിച്ചു കൊടുക്കട്ടെ എന്ന് പറയുന്നു. അന്നേ ദിവസം വൈകുന്നേരം 4:50 ഏജൻസിയിലെ സാറ് എന്നെ വിളിച്ച് പറയാണ്, ആൻമരിയ നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, നിങ്ങൾ 3 പേരും പാസ്സായി എന്ന് പറഞ്ഞു. അതെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അങ്ങനത്തെ ഒരാഴ്ചയായിട്ടും 2 ദിവസം കൊണ്ട് വരേണ്ട റിസൾട്ട് 2 ആഴ്ച എടുത്തു റിസൾട്ട് വരാനായിട്ട്. ആ റിസൾട്ടിൽ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് പാസ്സാവണമെങ്കിൽ അത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെ. കാരണം അത്രയും മാതാവിനെ ഞങ്ങളുടെ അവസ്ഥ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ അത്ര എണ്ണിപ്പെറുക്കി പറഞ്ഞിട്ടുണ്ട്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേറെ ഒന്നുമില്ല, ജോലിക്ക് പോകുന്നില്ല, പഠിക്കുന്നില്ല, ആകെയുള്ള ഒറ്റ കാര്യം പ്രാർത്ഥന മാത്രമാണ്. കൊന്ത ചെല്ലുക, മാതാവിൻ്റെ രൂപം നോക്കി കരയുക, മാതാവിനോട് ഇങ്ങനെ എണ്ണിപ്പെറുക്കുക, ഈശോയോട് പറയുക, ബൈബിൾ വായിക്കുക. അരമണിക്കൂറൊന്നും അല്ല ആ സമയത്ത് ബൈബിൾ വായിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു എപ്പോഴും ബൈബിൾ തുറന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ബൈബിൾ തുറന്നു നോക്കിയപ്പം എനിക്ക് കിട്ടിയ ഒരു വചനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഒരുപാട് കരഞ്ഞാണ് പ്രാർത്ഥിച്ച് എണീക്കുന്നത്. ഒരു വെളുപ്പിന് 5:30 ഞാനിങ്ങനെ കരഞ്ഞ് ഞെട്ടി എണീക്കുക, ഇനി എന്താവും എന്ന് ഓർത്ത ടെൻഷനിൽ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഡെയിലി ബ്രെഡ് കൂടി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ബൈബിൾ തുറന്നു നോക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്താണെന്ന് വെച്ചാൽ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന്. ആ വചനത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാനിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി ഞങ്ങൾ മുമ്പോട്ട് പോയി. പിന്നെ ഞങ്ങൾക്ക് ജോബ് ഓഫറും കോൺട്രാക്ട് ലെറ്ററും വരുന്നില്ല. എല്ലാ കാര്യത്തിനും ഭയങ്കര ഡിലേ ആവുന്നു. ഓൾറെഡി ഇനിയിപ്പം OET 4 മാസം വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് നേരെ ചുരുങ്ങി 2 മാസമായി. ഇപ്പം ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. ഇനി ഈ ജോബ് ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും ഒക്കെ ഇത്ര ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കാരണം OET എക്സ്പയർ ആയി കഴിഞ്ഞാൽ പോയിട്ടൊരു കാര്യമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങളുടെ ഏജൻസിക്കാരനെ വിളിച്ച് വെച്ചപ്പോൾ ഏജൻസിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ OET ഒക്ടോബർ 28 വരെ ഉള്ളുവെങ്കിലും നിങ്ങളുടെ DLൻ്റെ വാലിഡിറ്റി ഡിസംബർ 6 വരെ ഉണ്ട്. അപ്പം നമുക്ക് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് ഈ DLൻ്റെ വാലിഡിറ്റി നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസംബറിന് മുന്നേ കയറി വന്നാൽ മതി. അപ്പം ഞാൻ കണക്ട് ചെയ്തു. അന്ന് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞത് ഡിസംബറിന് മുന്നേ ആ കൊച്ചിൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാവുന്ന. ആ സെയിം എനിക്ക് എൻ്റെ ഡിസംബറിന് മുന്നേ ഞങ്ങളുടെ കാര്യത്തിന് തീരുമാനമാക്കും എന്ന് ഏജൻസിക്കാരൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി. ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം ഞങ്ങൾ കൂടി ഞങ്ങളുടെ ജോബ് ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും ഒക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ ഈ അയർലൻഡ് വിസയ്ക്ക് വേണ്ടിയിട്ട് എട്ടിപ്പിക്കൽ വിസ എന്ന് പറഞ്ഞൊരു വിസ, ഒറിജിനൽ വിസ വെക്കുന്നതിന് മുന്നേ എട്ടിപ്പിക്കൽ വിസ വെക്കണം. ഈ എട്ടിപ്പിക്കൽ വിസയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ എട്ടിപ്പിക്കൽ വിസ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ പോയാൽ ഒന്നും ശരിയാവുന്ന കാര്യമില്ല. എട്ടിപ്പിക്കൽ വിസ ഇതിന് വേണ്ടിയിട്ട് 2ഉം 3ഉം തവണയൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കണം. പക്ഷേ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പോയി എട്ടിപ്പിക്കൽ വിസ വെക്കാനായിട്ട് ചെന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് തന്നെയാണ് പോയതെല്ലാം. നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെന്ന് അന്ന് രാവിലെ ഞങ്ങൾ ചെന്നു, വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ എട്ടിപ്പിക്കൽ വിസയ്ക്ക് ഞങ്ങൾ വെക്കാൻ പറ്റും ഞങ്ങൾക്ക്. അതുപോലെ തന്നെ എട്ടിപ്പിക്കൽ വിസയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധാരണ അതിൻ്റെ അപ്രൂവൽ വരാൻ മിക്കവർക്കും തന്നെ 5-6 ദിവസം എടുക്കും, അല്ലെങ്കിൽ 2 ആഴ്ച വരെ എടുത്തവരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എട്ടിപ്പിക്കൽ വിസ 2 ദിവസം, എൻ്റെ വിസ 1 ദിവസം കൊണ്ട് വന്നു. ഇവർക്ക് 2 പേർക്കും എട്ടിപ്പിക്കൽ വിസ 2 ദിവസം കൊണ്ട് വന്നു.
അങ്ങനെ ടിപ്പിക്കൽ വിസയൊക്കെ വന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഏജൻസിക്കാർ പറഞ്ഞു, ഓക്കെ, ഇനി നിങ്ങൾക്ക് വിസയാണ് വെക്കേണ്ടത്. വിസ വെക്കാനായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ നേരെ ഡൽഹിക്ക് തന്നെ പോകണം, അയർലൻഡ് എംബസി തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഡൽഹിയിൽ ഞങ്ങൾക്ക് ആർക്കും ആരെയും പരിചയമില്ല, ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ല, ആകെ അറിയുന്ന ഒരു ഇംഗ്ലീഷ് മാത്രമുണ്ട്, പിന്നെ മലയാളമുണ്ട്, വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് എങ്ങനെ ചെല്ലേണ്ടത് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു, നിങ്ങൾ ഫ്ലൈറ്റിന് പോകണം, ഫ്ലൈറ്റിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏതൊരു സ്ഥലപ്പേര് പറഞ്ഞു, അവിടെയാണ് അയർലൻഡിൻ്റെ നമ്മുടെ എംബസി ഉള്ളത്, ഗ്ലോബൽ VFS ഉള്ളതെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. ഇനി അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇത് എന്ത് ചെയ്യും, മണ്ടത്തരം എല്ലാം കാണിക്കുമെന്നൊക്കെ ഉള്ള ടെൻഷനായി. പക്ഷേ അവിടെയും മാതാവിൻ്റെ ഇടപെടലുണ്ടായി. ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് അത്, ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം മാതാവിൻ്റെ ഇടപെടലാണ്. കാരണം ഞങ്ങളവിടെ എൻ്റെ ആൻറ്റി വിളിച്ചിട്ട്, ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് ഡൽഹിയിലുണ്ട്, ആളുടെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ ആളുടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ, ആൾ ഞങ്ങൾക്ക് അവിടെ റൂം തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ, ഇന്നേ വരെ ഞങ്ങൾ ആ ചേട്ടനെ അറിയത്തില്ല. എൻ്റെ ആൻറ്റിയുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവാൻ തന്നെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചത് പോലുമല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾ വെളുപ്പിനെ 2 മണിക്കാണ് ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. ആ അങ്കിൾ കൃത്യം ഞങ്ങൾ 2 മണിക്ക് അവിടെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് പോയി. അത്രയും ഒരു വലിയ ഉപകാരമൊന്നും ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ചെയ്യുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ആ അങ്കിൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. അത് ഞങ്ങളെ അറിയത്ത് പോലുമില്ല. ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് അങ്കിളിൻ്റെ വീട് തന്നു, റൂം തന്നു, അവിടെ ഞങ്ങൾക്ക് ഫുഡ് തന്നു, പിന്നെ ഞങ്ങൾക്ക് അങ്കിളിൻ്റെ വണ്ടി തന്നു, ഒരു ഡ്രൈവറിനെ ഏർപ്പാടാക്കി തന്നു. ആ ഡ്രൈവറാണ് ഞങ്ങളെ കൊണ്ട് VFSലോട്ട് പോയത്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഡൽഹി കൊണ്ടുപോയി കാണിച്ചു. ഞങ്ങൾക്ക് അത്രയും വലിയൊരു സൗഭാഗ്യം തന്നത്, അത് ശരിക്കും മാതാവ് ഒരു ദൈവദൂതനെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി തന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക. കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരാളെ ഞങ്ങൾക്ക് അവിടെ തരേണ്ടതല്ല. മനോജ് അങ്കിൾ എന്നാണ് അങ്കിളിൻ്റെ പേര്. ആ അങ്കിളിനോട് എന്നും നന്ദി മാത്രമേ ഉള്ളൂ. ആ അങ്കിൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന അത്രയും വലിയ ഉപകാരങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്മൂത്തായിട്ട് ഡൽഹിയിൽ പോയി വിസയൊക്കെ വെച്ചു. വിസ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ദൈവമേ, വിസയിന് റിജക്ഷനൊക്കെ ആവുമോ, അങ്ങനത്തെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണല്ലോ വന്നത്. പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. ഞാൻ എന്തായാലും വിചാരിച്ചേക്കുന്നത് ഞങ്ങൾക്ക് എന്താണേലും വിസ കിട്ടും. കാരണം എൻ്റെ വിസ കൊണ്ടുപോയി മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ എന്താണേലും വിസ വരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പോയി വിസ വന്നു. അപ്പോൾ വിസയുടെ നമുക്കിങ്ങനെ VFSൻ്റെ സൈറ്റ് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ വിസ അപ്രൂവ്ഡ് ആയോ റിജക്റ്റഡ് ആയോ എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ ഞാൻ സൈറ്റ് എടുത്ത് നോക്കുമ്പം ഇവരുടെ 2 പേരുടെ വിസ അപ്രൂവ്ഡായി. എൻ്റെ വിസ മാത്രം വിസയുടെ നമ്പറും ഇല്ല, ഒന്നുമില്ല. റിജക്റ്റഡ് ആണെന്നും കാണിക്കുന്നില്ല, അപ്രൂവ്ഡ് ആണെന്നും കാണിക്കുന്നില്ല, സ്റ്റിൽ വെയിറ്റിംഗ്, പ്രോസസ്സിംഗ് മാത്രം കാണിക്കുക. പിന്നെ എനിക്ക് ടെൻഷൻ. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് വെച്ചു, ഞങ്ങൾ 4 പേര് ഒരുമിച്ച് വെച്ചു. എനിക്ക് മാത്രം വിസ വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ എനിക്ക് മാത്രം വിസ വരാത്തെ. അപ്പം അതായിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് ആദ്യത്തെ ദിവസമല്ലേ, 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് വരുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വേറൊരു കൊച്ചിനോട് ചോദിച്ചു. ആ കൊച്ച് ഞാൻ വെച്ച് കഴിഞ്ഞിട്ടാണ് ആ കുട്ടി വിസയ്ക്ക് വെച്ചത്. ആ കുട്ടിയുടെ വിസ അപ്രൂവ്ഡായി. എൻ്റെ വിസ മാത്രം അപ്രൂവ്ഡ് ആവുന്നില്ല. എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ എന്നിട്ട് ടെൻഷനായെങ്കിലും പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ടെൻഷനുണ്ട്, പക്ഷേ കോൺഫിഡൻസ് ആണ്. കാരണം മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചതാണ് എൻ്റെ പാസ്പോർട്ട്. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും അതിനൊരു ഉത്തരം തരും, മാതാവ് എനിക്ക് അപ്രൂവ്ഡ് ആക്കി തരും എന്നുള്ളൊരു വിശ്വാസമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഇവരെന്നെ വിളിച്ച് ചോദിക്കും, ഇടി നിനക്ക് ടെൻഷനുണ്ടോ, കുഴപ്പമുണ്ടോ? കാരണം ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് പഠിക്കണം, എക്സാമിന് വേണ്ടിയും കൂടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയം അത്. അപ്പം ഞാൻ പറയും, ഇല്ലടി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതുവരെ ഞാൻ ഓക്കെയാണ്, എനിക്കെന്തോ ഒരു വിശ്വാസമുണ്ട് എനിക്കത് വരും. കാരണം മാതാവ് എനിക്ക് തന്നതാണ്, എപ്പോഴും ഒരു വിശ്വാസം എനിക്കുണ്ടെന്ന് പറയും. പിന്നെ ഇവരാണെങ്കിലും വിളിച്ചിട്ട് പറയും, ഇടി ഞങ്ങളെക്കാളും കൂടുതൽ വിസ വരാൻ നിനക്കാണ് ചാൻസ് കൂടുതൽ. കാരണം നിൻ്റെയാണ് വിസ കൊണ്ടുപോയി പാസ്പോർട്ട് കൊണ്ടുപോയി മാതാവിൻ്റെ മുന്നിലും അച്ഛൻ കൊണ്ടുപോയി വെച്ചത്. അപ്പം നിൻ്റെ വിസ എന്തായാലും വരും, നീ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇവരുടെ വിസ ഏജൻസിയിൽ വന്നു. എൻ്റെ വിസ പ്രോസസ്സിങ് പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുക. വിസയ്ക്ക് യാതൊരു മാറ്റമില്ല. ഇവർ 2 വിസ വന്നു, എൻ്റെ വിസ വന്നില്ല. അപ്പം എനിക്ക് ചെറിയ ടെൻഷനായി തുടങ്ങി. ഞാൻ വിചാരിച്ചു, മാതാവേ, ഇതെന്താ ഇങ്ങനെ, എനിക്ക് മാത്രം വിസ വരാത്ത, ഞാൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നെ മറന്നു പോയോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുക മാതാവിൻ്റെ അടുത്ത്. അന്ന് ഞാനിങ്ങനെ ഉടമ്പടി, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ദീപാവലിയുടെ ഹോളിഡേയ്സ് ഒക്കെ ആയിരുന്നു ഡൽഹിയിൽ. അപ്പോൾ ദീപാവലിയുടെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് അവിടെ VFSും വർക്ക് ചെയ്യുന്നുണ്ടായില്ല. ആ സമയത്ത് ഞാൻ പിന്നെ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ അന്ന് ഒരു ചൊവ്വാഴ്ചയാണ് ഞാനിങ്ങനെ ഉടമ്പടി ധ്യാനം കൂടുക. ആ ഉടമ്പടി ധ്യാനം കൂടിയ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ പാസ്പോർട്ടില്ല, എൻ്റെ കയ്യിൽ ആകെയുള്ളത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പികൾ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പാസ്പോർട്ടിൻ്റെ എല്ലാ കോപ്പിയും എടുത്ത് വെച്ച് അതിൽ നമ്മുടെ വെഞ്ചരിച്ച തൈലവും ഉപ്പും ഒക്കെ ഞാൻ വിതറി ഞാനിങ്ങനെ ധ്യാനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, വിസയ്ക്ക് വെച്ചിരിക്കുന്ന മക്കൾക്ക് വിസ അപ്രൂവായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിശ്വസിച്ചു, ഇതെൻ്റെ വിസ അപ്രൂവായി കിട്ടിയെന്ന് പറഞ്ഞു.
അപ്പം അന്നത്തെ ദിവസം നമുക്ക് വിസയുടെ അപ്രൂവലൊന്നും കാണാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം ഞാൻ വിസയുടെ സൈറ്റ് എടുത്ത് നോക്കിയപ്പം എൻ്റെ വിസ അപ്രൂവ്ഡ് ആയെന്ന് കണ്ടു. അങ്ങനെ ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം എനിക്ക് ഉറപ്പുണ്ട് ആ വിസ അന്ന്, കാരണം അത്രയും ദിവസം ദീപാവലിയുടെ ഹോളിഡേയ്സാണ്, ആ വിസ ഓഫീസിൽ ആരും ചെന്നിട്ടില്ല, ചൊവ്വാഴ്ചയും ലീവാണ്. അപ്പോൾ എനിക്ക് ആ വിസ അടിച്ചു തരണമെങ്കിൽ ആരാ? അത് മാതാവാണ്. ആ മാതാവ് തന്നെ ചെന്ന് എൻ്റെ വിസ എനിക്ക് അപ്രൂവ് ആക്കി തന്നുകൊണ്ട് എനിക്ക് ആ വിസ അപ്രൂവ്ഡ് ആയത്. അപ്പോൾ ഇപ്പോഴും ഞാനത് വിശ്വസിക്കുന്നത് എനിക്ക് മാതാവ് ആ വിസ എനിക്ക് അടിച്ചു തന്നെന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദിവസങ്ങൾ, അപ്പം ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ കൃപാസന റാലിക്ക് എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൃപാസന റാലി കൂടാൻ പറ്റണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് 3 പേർക്കും. അപ്പോൾ ഇവർക്ക് ഓൾറെഡി വിസ വന്നു, അപ്പോൾ ഇവർക്ക് അങ്ങനെ പറയാം, എനിക്കത് പറയാൻ പറ്റണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ കൃത്യം കൃപാസന റാലി വരുന്നത് ഒക്ടോബർ 25 എൻ്റെ വിസ നമ്മുടെ നാട്ടിലെ ഏജൻസിയിൽ വരുന്നത് ഒക്ടോബർ 24 അങ്ങനെ കൃത്യം കൃപാസന റാലിയുടെ തലേ ദിവസം എൻ്റെ വിസ അപ്രൂവ്ഡായി. ഞാൻ ഇവിടെ നന്ദി പറഞ്ഞാണ് ഞാൻ ഇവിടെ കൃപാസന റാലി കൂടാൻ വന്നത്. ഞാൻ അങ്ങനെ കൃപാസന റാലി കൂടാൻ വന്നപ്പോൾ ഞാൻ ഇതിൽ കയറി വരിക. അപ്പോൾ ഞാനിവിടെ മാതാവിനോട് ഈശോയോട് നോക്കി പറയുകയാണ്, എനിക്കിവിടെ ഈ ആൾക്കാരെ വന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരെയും കൂട്ടി വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം കൂടെ മാതാവ് ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ വിസ വന്നു. കൃപാസന റാലിയിൽ ഞങ്ങൾ 3 പേരും നന്ദി ചൊല്ലി പ്രാർത്ഥിച്ചു, പങ്കെടുത്തു. ഈ നവംബർ 18 ഞങ്ങൾ ഡേറ്റ് എടുത്തു, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഞങ്ങൾ പോവാണ്. ഞങ്ങൾക്ക് നവംബർ 23 29 ഞങ്ങൾക്ക് എക്സാം വരുന്നത്. അതിന് മാതാവ് എന്തായാലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇത്രയും മാതാവ് എത്തിച്ചു. കാരണം എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. കാരണം ഞങ്ങളുടെ OET എക്സ്പയറായി, എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഈ അയർലൻഡിന് പോകുന്നതെന്ന് എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നത്. എല്ലാവർക്കും ഒരു അത്ഭുതം. കാരണം ഞങ്ങൾ പഠിക്കാൻ ചെന്നിടത്താണെങ്കിലും ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അതിന് OET ഇനി 1 മാസം കൂടെ അല്ലേ ഉള്ളൂ, നിങ്ങൾ ജോബ് ഓഫർ ലെറ്റർ പോലും വന്നിട്ടില്ല, ഇനി നിങ്ങൾ എങ്ങനെ പോകാനാണ്, ഏജൻസിക്കാർ പറ്റിക്കുന്നതായിരിക്കും എന്നൊക്കെ അവർ ഞങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ DL വരെ വാലിഡിറ്റി ഉണ്ടെന്നുള്ള കാര്യം അവരോട് ഞങ്ങൾ പറയുന്നെങ്കിലും അവർ പറയുന്നത് അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട, ഏജൻസിക്കാർ വെറുതെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളുടെ മെയിൽ വന്നു, ഞങ്ങളുടെ എക്സാമിൻ്റെ മെയിലിൻ്റെ സമയത്ത് അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ DLൻ്റെ വാലിഡിറ്റി മാത്രമേ അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ, OETനെ കുറിച്ച് അവർ മെൻഷൻ പോലും ചെയ്യുന്നില്ല, DL മാത്രമേ അവർ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പത്രം കൊടുക്കാൻ ഭയങ്കര മടിയാണ്, ഇപ്പോഴും ചെറിയ മടിയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ പത്രം കൊടുക്കും. കൊടുക്കാനായിട്ട് ആദ്യമേയൊക്കെ പള്ളിയിൽ തന്നെയായിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ ഒരു തവണ പറഞ്ഞു, ഈ പള്ളിയിൽ തന്നെ കൊടുത്തിട്ട് എന്താ കാര്യം, അവിടെയുള്ള എല്ലാവരും തന്നെ കൃപാസനത്തിനെക്കുറിച്ചും എല്ലാം കേട്ടിട്ടുണ്ട്, കേൾക്കാത്തവരെയാണല്ലോ നമ്മൾ ഇത് അറിയിക്കേണ്ടത്. അങ്ങനെ ഭയങ്കരമായിട്ടും ധൈര്യം സംഭരിച്ച് ആകെ ഭയങ്കര ചമ്മലൊക്കെ ആയിരുന്നു കൊടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് പോയി ആണ് പത്രമൊക്കെ കൊടുത്തത്. കുറേ ആൾക്കാരൊക്കെ റിജക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്താ ഇവരിങ്ങനെ. പിന്നെ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല, റിജക്ഷനൊക്കെ വരുന്നതാണ് നല്ലത്, നമുക്കെന്നാലേ കുറച്ചും കൂടെയൊക്കെ മാതാവിനൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കണമല്ലോ, മാതാവിനെ നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ആഷ്ന, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ ഇതുപോലെ തന്നെ ഒത്തിരി പ്രാർത്ഥിച്ചും ഉടമ്പടി ജീവിച്ചുമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു അനുഗ്രഹം ലഭിച്ചത്. ഉടമ്പടിയിലേക്ക് വരാൻ കാരണം അൻവരിയെ പറഞ്ഞതുകൊണ്ടും മാത്രമല്ല, അവൾ ജോലിക്ക് വേണ്ടി അങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പണ്ട് തൊട്ടേ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈശോയോടാണ് ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. മാതാവിനോട് സംസാരിച്ച് മാതാവിലൂടെ ഈശോയെന്നൊരു കാര്യം കണ്ടുപിടിക്കുക എന്നുള്ളത്, മീൻസ് നേടിയെടുക്കുക എന്നുള്ളത് എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ള കാര്യമല്ല. അപ്പം മാതാവിലേക്ക് കുറച്ചുകൂടെ എങ്ങനെ വിശ്വാസപൂർണ്ണമായിട്ട് മാതാവിലേക്ക് അടുക്കാം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഉടമ്പടിയിലൂടെ അത് സാധിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാതാവിനെ കുറച്ചുകൂടെ അറിയാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത്. ഉടമ്പടി ഇവർ രണ്ടുപേരും മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു, ഞാൻ വേറൊരു ഹോസ്പിറ്റലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഓൾറെഡി ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കാരണം ഞാൻ എങ്ങനെ ജോലി ചെയ്ത്, മീൻസ് എത്ര എഫേർട്ട് ഇട്ട് ജോലി ചെയ്താലും എങ്ങനെ പോയാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാ ആഴ്ചയും ഉണ്ടാവും. എന്നും എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ, 2 എക്സ്പ്ലനേഷൻ, അങ്ങനെ എന്നും എക്സ്പ്ലനേഷൻ, എല്ലാ മാസവും എക്സ്പ്ലനേഷനായിട്ട് ഡയറക്ടർ അച്ഛനെ കാണാൻ പോവുക, അങ്ങനെ എന്നും എനിക്ക് പ്രശ്നങ്ങളായിരുന്നു എൻ്റെ ജോലിയിൽ. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ വരെ പറയുമായിരുന്നു, ആഷിന് കൂടെ ഉണ്ടെങ്കിൽ വാർഡിൽ എന്നും തിരക്കാ, എന്നും പ്രശ്നങ്ങളാ, അങ്ങനെ എന്നും അവരെന്നെ കുറ്റപ്പെടുത്തി പറയുമ്പം ഒക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് തൊട്ടാണ് കുർബാനയിൽ കൂടുതലായിട്ട് പങ്കെടുക്കാൻ തുടങ്ങിയത്. പണ്ടും കുർബാനയിൽ പങ്കെടുക്കും, കൊന്ത ചൊല്ലും, അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും
അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തെ കാണാൻ തുടങ്ങിയത് ഉടമ്പടി എടുത്തേ പിന്നെയാണ്. കൊന്ത ചെല്ലുമ്പോഴും നന്മ നിറഞ്ഞ മറിയുമേ എന്നൊക്കെ ചെല്ലുമ്പം അത് എന്താണെന്ന് അർത്ഥം മനസ്സിലാക്കി ചെല്ലാൻ തുടങ്ങിയത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലവും കാശുരൂപവും ഒക്കെ എന്നും എൻ്റെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് കയറിക്കൊണ്ടിരുന്നത്. അങ്ങനെ പയ്യെ പയ്യെ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ ഡ്യൂട്ടിയിലും ആണെങ്കിൽ പോലും എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. പയ്യെ പയ്യെ എൻ്റെ പ്രശ്നങ്ങൾ പയ്യെ മാറാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഉടമ്പടി തൈലവും ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് ഇതുകൂടാതെ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഉടമ്പടി എടുത്തത് വഴി എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മമാരൊക്കെ ഒരു ദിവസം 5-6 കൊന്തകളൊക്കെ ചൊല്ലി കാണാറുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര അതിശയമായിരുന്നു. അതെങ്ങനെയാണ് നമുക്ക് സാധിക്കണം? അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് കൊന്ത ചെല്ലാനും അല്ലെങ്കിൽ മാതാവിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ദിവ്യബലിയിലായാലും പല വിചാരം കൂടാതെ പങ്കെടുക്കാനൊക്കെ. കാരണം ഉടമ്പടിയിലാണല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഇത്രയും കൊന്ത ചെല്ലി തീർക്കുന്നുണ്ട്, നമുക്ക് ഒരു കൊന്ത തന്നെ ചെല്ലി തീർക്കാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ആത്മീയമായിട്ട് കുറേ വളരാനായിട്ട് സാധിച്ചു. അത് വലിയൊരു മാറ്റമാണ്. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ കിട്ടി പോകാൻ സാധിക്കാമെന്ന് പറഞ്ഞ് തന്നെ അത് വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് മാതാവിനോട് മാധ്യസ്ഥം വഹിച്ചത് കൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. അപ്പോൾ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുവാണ് ഇതിന്.